named Peter, one named Paul. Fly away, Peter, fly away, Paul. Come back, Peter, come back, Paul. Little star, I wonder what you are. Up the bounty in the sky, it's a diamond in the sky. And I like it to take a window. കാത്തിരുന്നൊരു പെണ്ണുണ്ടോ, കാത്തിരുന്നൊരു പെണ്ണുണ്ടോ, നായിക്കത്തിട്ട് കസവിന്റെ തട്ടവും വിട്ട് കാത്തിരുന്ന വീശും കാറ്റേ വന്ന് ഇസിരിന്റെ കഥ പറഞ്ഞാട്ടേ മുഹബത്ത് സൊല്ലൈ കപ്പുവേ നേ കണ്ട് മുഹബത്തണിന്ന് ചിരിത്തോകി ഇഷ്ടത്തിക്കായി യൂസുഫിനോട് ഇഷ്കു തോന്നി നിന്നില്ലേ മഞ്ച വിതച്ച പ്രവാചകനേറ്റാൻ പൊന്തിരി കൊണ്ടുവരച്ചില്ലേ ഇഷ്ടത്തിക്കായി യൂസുഫിനോട് ഇഷ്കു തോന്നി നിന്നില്ലേ മഞ്ച വിതച്ച പ്രവാചകനേറ്റാൻ പുഞ്ചിരി കൊണ്ടുവരച്ചില്ലേ അക്കര ദൂതരൊളിഞ്ഞു വരുമ്പോൾ സുന്ദരി ചെന്ന് വിളിച്ചില്ലേ പ്രേമിക്കാനും തോന്നില്ലേ പ്രേമം വെട്ടുകതായല്ലേ അസർമുല്ല മണം വിഷും കാറ്റേ വന്ന് ഇസിരിന്റെ കഥ പറഞ്ഞാട്ടേ മുഹബത്തിൻ സൊല്ലൈ കപ്പുവേ നേ കണ്ട് മുഹബത്തണിന്ന് ചിരിത്തോകി തത്സമയത്തിൽ ആക്ഷേപത്താൽ മത്സരമൊന്ന് നടന്നില്ലേ തെൻകനി വെച്ച് മറിക്കാനായി മാന്ത്രിക കത്തിയെടുത്തില്ലേ തത്സമയത്തിൽ ആക്ഷേപത്താൽ മത്സരമൊന്ന് നടന്നില്ലേ തെൻകനി വെച്ച് മറിക്കാനായി മാന്ത്രിക കത്തിയെടുത്തില്ലേ പൊന്നൊളി യേശുപടന്ന് വരുമ്പോൾ നികളെന്താളിച്ചില്ലേ ലക്ഷ്യം തെറ്റിപ്പോയില്ലേ ആ തങ്ങൾക്കായി മുറിഞ്ഞില്ലേ അസർമുല്ലാമാൻ വിഷും കാറ്റേ വന്ന് ഇസിരിന്റെ കഥ പറഞ്ഞാട്ടേ മുഹബത്തിൻ സൊല്ലൈ കപ്പുവേ നേ കണ്ട് മുഹബത്തണിന്ന് ചിരിത്തോകി ഫാത്തിമ അല്ലാന്റെ ദൂതരെ പോമോള് ഫാത്തിമ അലിയാറ് തങ്ങൾക്ക് ഇണയത്ത ഫാത്തിമ മുത്തായ ദീനിൻ മാതൃകമയില് ഫാത്തിമ മുത്ത് റസൂലിന്റെ കരളിന്റെ കഷ്ണ ഫാത്തിമ തങ്കമാർന്ന പൊൻകുടി തങ്കമാറിലെ റാണി താരങ്ങൾ പൂത്തപ്പോൾ ചിരിത്തോകും സുന്ദരി അയകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ അല്ലാന്റെ ദൂതരെ പോമോള് ഫാത്തിമ അലിയാറ് തങ്ങൾക്ക് ഇണയത്ത ഫാത്തിമ. വേദിയിലും സദസ്സിലുമുള്ള ഇതിൻ്റെ സംഘാടകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത് 2 മണിക്ക് ആരംഭിക്കേണ്ട ക്ലാസ്സാണ്. വൈകിട്ടാണ് ഓടുന്നത്. 2 മുതൽ 4 മണി വരെയാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞ സമയം. ഇപ്പം 3 മണി കഴിഞ്ഞ് 3:15 എപ്പോൾ അവസാനിപ്പിക്കണം എന്നുള്ളത് 10 മിനിറ്റ് മുൻപേ എനിക്കൊന്ന് എഴുതി തരണം. അപ്പോൾ നിർത്തുക. അല്ലെങ്കിൽ 3:15 5:15 എന്തായാലും ബുദ്ധിമുട്ടാണല്ലോ, നടക്കില്ല. അപ്പം പറയാൻ ഉദ്ദേശിച്ചത് എവിടെ വേണമെങ്കിലും ഞാൻ നിർത്താം. 5 മണി വരെ പോകാൻ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 5 വരെ പോകാം. അതല്ല 4 മണിക്ക് അവസാനിക്കണമെങ്കിൽ ഇനി 45 മിനിറ്റാണ് ബാക്കിയുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനിടയിൽ ഒരു എഴുത്ത് തന്നാൽ 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടൊന്ന്, കാരണം മറ്റു ചടങ്ങുകളൊക്കെ ഉണ്ടാകും ഇനിയും ഒരു പക്ഷേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിക്കണമെന്ന അപേക്ഷയോടെ ഈ സോഷ്യൽ മീഡിയ ദുരന്തങ്ങളെപ്പറ്റി നമുക്കൊരല്പം പരിചയപ്പെടാം.
ഇതൊരു കുറേ ചിത്രമൊക്കെ നേരത്തെ ക്ലാസ് പോലെ തന്നെ LCD-യിലെ ചിത്രം വെച്ച് തന്നെയാണ് ഈ ക്ലാസ്. ഇതിന് നിങ്ങൾ എന്ത് പേര് കൊടുത്തു എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പേര് വച്ചത് ഈ ലോകവും ഈ കുടുംബവും, അല്ലെങ്കിൽ ഈ ലഹരിയും ഈ കുടുംബങ്ങളും എന്നൊക്കെയാണ്. ചിലയിടത്ത് ഈ ലോകം എന്ന് പറയും. ഈ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പേരാണ്. ഇലക്ട്രോണിക്സ്, ഇമെയിൽ, ഇ ക്യാഷ്, ഇ കൊമേഴ്സ്, ഇ ബിസിനസ് എന്നൊക്കെ പറയുന്ന ഈ ലോകം, ഈ ലഹരി എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എന്നാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറും ടെക്നോളജി, മൊബൈലും ഒക്കെ ഈ എന്ന സംവിധാനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾക്കൊരു ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഇലക്ട്രോണിക്സ് എന്ന സാങ്കേതിക വിദ്യ ഇല്ലാതെ ഇനി നിങ്ങൾക്കും എനിക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊന്നും മാറ്റിവെക്കാനും സാധ്യമല്ല. ഇന്നിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്ടറും എൻ്റെ കയ്യിലുള്ള ഈ റിമോട്ടും ഈ മൈക്കും ആ ക്യാമറയും എല്ലാം ഇന്ന് ഇലക്ട്രോണിക്സ് ആണ്. വീടുകളിൽ അത് ഒഴിവാക്കാൻ തീരെ വയ്യ. എല്ലാം ഇലക്ട്രോണിക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നും എങ്ങനെ പിന്തിരിഞ്ഞ് ഓടുമെന്നല്ല ഇന്നത്തെ ക്ലാസ്. അത്തരം സാങ്കേതിക വിദ്യയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണ്, എന്താണ് ഇന്ന് നമ്മുടെ കുടുംബത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതിൽ നിന്നും എങ്ങനെ മോചനം നേടാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനമായും ഇതൊരു കുടുംബ സദസ്സാണ്. പ്രത്യേകിച്ചും പ്രവാസികളായ കുടുംബങ്ങളാണ് ഇവിടെയെന്നും ഈ മഹല്ലിലെ ദുബായ് UAE ബേസ് ചെയ്ത കുടുംബ സംഗമമാണെന്നും അറിയാൻ സാധിച്ചു. അപ്പോൾ കുടുംബങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒറ്റപ്പെട്ടതല്ല. ആ ഒരു കുടുംബത്തിന്റെ, ഒരു പിതാവിന്റെ, ഒരു അച്ഛന്റെ, ഒരു ഉപ്പയുടെ, ഒരു ബാപ്പയുടെ മനസ്സിലെ ഒരു ഭീതിയാണ്, ഒരു ഭയമാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളൊക്കെ നമ്മിൽ നിന്നും അകന്നു പോകുന്നുവോ. ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഇന്നത്തെ മനസ്സിലെ ഭയമാണ്. എത്രയോ വീട്ടിനുള്ളിൽ നമ്മ ഒരുമിച്ചാണെങ്കിലും പ്രിയപ്പെട്ട മക്കൾ നമ്മിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ഒരു ഭയം ഇന്ന് മക്കൾക്കില്ല. പ്രിയപ്പെട്ട മാതാവും പിതാവും എന്നിൽ നിന്നും അകലുന്നുണ്ട് എന്നൊരു പേടി, ഭയം ഇന്ന് പ്രിയപ്പെട്ട മക്കൾക്കില്ല. ഇന്നത്തെ രക്ഷിതാക്കളുടെ പേടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഇത് കൂടിക്കൂടി വരികയാണ്. അതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനം ഈ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഞാനും എന്നോട് സഹകരിച്ചു കൊണ്ട് ഒരു 50-ഓളം ആളുകളുടെ ഒരു പഠന റിപ്പോർട്ട്, അതിൻ്റെ ഒരു ആമുഖം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇത് തന്നെയാണ് വിഷയം. എന്തുകൊണ്ടാണ് മക്കൾ നമ്മിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത്? പണ്ടത്തെ പോലെ സ്നേഹമില്ല. ഉപ്പയുടെ മുഖത്ത് നോക്കാൻ ഇന്ന് സമയമില്ല. മുഖത്ത് നോക്കി ഒരു സലാം ചൊല്ലാൻ മക്കൾക്ക് തീരെ സമയമില്ല. തിരിച്ച് അങ്ങോട്ടുമില്ല. രണ്ടും തിരിച്ചു മറിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ ഇങ്ങനെയൊക്കെ ആയത്? അതിൽ രക്ഷിതാക്കൾക്ക് വല്ല പങ്കും ഉണ്ടോ? അതോ എല്ലാം ഇന്നത്തെ ന്യൂ ജനറേഷൻ മക്കളിൽ അടിച്ചേൽപ്പിക്കേണ്ടതാണോ? അവരെ തിരുത്താൻ ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കളായ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടോ? എന്താണ് ചെയ്യേണ്ടത്? അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആ അന്വേഷണം. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു കണക്കാണ്. 2014 ഈ കണക്ക് പുറത്തേക്ക് വന്നത്. 18 വയസ്സിന് താഴെയുള്ള 5 വയസ്സിന്റെയും 18 വയസ്സിന്റെയും ഇടയിലുള്ള 664 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന്. ആ തട്ടിക്കൊണ്ടുപോകലിൽ ഈ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അതായിരുന്നു ഞങ്ങളുടെ അന്വേഷണം. ആ അന്വേഷണം അവസാനം സൈബർ ഉദ്യോഗസ്ഥരുടെ രേഖകൾ പരിശോധിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നും വിവിധ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി അവിടുത്തെ FIR രേഖ പരിശോധിച്ച് അങ്ങനെ എല്ലാം കൂടി കിട്ടിയ കണക്കാണ്. ഒരുപാട് മലയാള പത്രങ്ങൾ 2014 11 മാസത്തെ മലയാള പത്രങ്ങൾ പരമാവധി കളക്ട് ചെയ്ത് അതിൽ നിന്നൊക്കെ കിട്ടിയ കണക്കാണ് നിങ്ങളാ കാണുന്നത്. നിങ്ങളും ഞാനും വായിച്ച് മറന്നതാണ് ആ കഥകളൊക്കെ. 664 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. പത്രത്തിൽ നിങ്ങൾ വായിച്ചതാണ്. പക്ഷേ ഞങ്ങൾ അന്വേഷണത്തിൽ ഒരു സത്യം വെളിവായി. ഒരു കുട്ടിയെ പോലും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. വെറുതെ പത്രത്തിൽ അങ്ങനെ നിങ്ങൾ കൊടുത്തതാണ്. നിങ്ങളും ഞാനും രക്ഷിതാക്കൾ പച്ച കള്ളം പറഞ്ഞ് പിടിപ്പിച്ചതാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട മകളെ മറ്റൊരു അന്യ പുരുഷൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയും കുടുംബവും നിരപരാധികളാണോ എന്നാണ്. എന്നാൽ എൻ്റെ പെൺകുട്ടി, എൻ്റെ പൊന്നുമോള് ഒരു അന്യ പുരുഷന്റെ കൂടെ, കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറയാൻ നമുക്കൊക്കെ നാണക്കേടാ. കാരണം അത് നമ്മുടെ തെറ്റാണ്.
അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളൊക്കെ നമ്മുടേതല്ലാതാക്കാൻ ഇന്ന് രക്ഷിതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്. ഒരു കുട്ടിയെപ്പോലും തട്ടിക്കൊണ്ടു പോയിട്ടില്ല. ആ പെൺകുട്ടികൾ തൻ്റെ കാമുകനുമായി പ്രേമിച്ച് ഒളിച്ചോടിയതാണ്. അതുകൊണ്ട് ആ വാർത്ത ഞാൻ മാറ്റി. 18 വയസ്സിന് താഴെയുള്ള 664 പെൺകുഞ്ഞുങ്ങൾ ഒളിച്ചോടി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇട്ടേച്ചു പോയി. അതിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ട്. മക്കൾക്ക് പങ്കുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് കേസ് കൊടുത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. അങ്ങനെ അവർ കേസ് അന്വേഷിച്ചു. 664 കുഞ്ഞുങ്ങൾ ഒളിച്ചോടിയപ്പോ 603 പേരെ പോലീസ് കേസ് അന്വേഷിച്ച് തിരിച്ചു കൊണ്ടെന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞു. നല്ല കണക്കാ. ഇന്നത്തെ പോലീസുകാർ അങ്ങനെയാ. വലിയ പ്രൊഫസർമാരും എഞ്ചിനീയർമാരുമാണ് സൈബർ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുന്നത്. ഏത് കേസും തുമ്പുണ്ടാക്കാൻ ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമെന്നാണ് ഈ കണക്കിൽ നിന്നും മനസ്സിലായത്. ബാക്കി 61 പേരെവിടെയെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അതിലൊരു ഉമ്മ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ കൊണ്ടുവന്ന ഉമ്മ, അഥവാ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നില്ല, 61-ൽ തിരിച്ചെത്തിയിട്ടില്ല. ഉമ്മ പറഞ്ഞു, എൻ്റെ മകൾ മരണപ്പെട്ടു പോയി. 4-5 പിതാക്കളും പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചുപോയി. ആ ഫയൽ നമ്പർ എടുത്തു രേഖ പരിശോധിച്ചു. പോലീസുകാർ പറയാ, ആ രേഖയിൽ കാണുന്നു അവർ മരണപ്പെട്ടിട്ടില്ല. ബോംബെയിലെ ചുവന്ന തെരുവിൽ തന്റെ കച്ചവടമായി മുന്നോട്ട് കൊണ്ടുപോകാണ്. അതുകൊണ്ട് എനിക്ക് ആ പൊന്നുമോളെ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഉപ്പ, അയൽവക്കത്ത് ഉമ്മ, അവര് പറയാണ്, കുടുംബത്തോട് പറയാണ്, എവിടെ മകൾ എന്ന് ചോദിച്ചപ്പോ അവൾ മരണപ്പെട്ടു പോയി എന്ന്. അങ്ങനെ പറയേണ്ടി വന്നു. ജീവിച്ചിരിക്കുന്ന പൊന്നുമക്കൾ മരിച്ചു എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് ആ കുടുംബം തകർന്നു. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഇതിൽ രക്ഷിതാക്കൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നായിരുന്നു ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചത്. കേരളത്തിൽ മാത്രം 12,000 ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസിൽപ്പെട്ടത്. സമയമായിട്ടില്ല, നിസ്കാരത്തിന്റെ നേരം ബാങ്കിനായിട്ടില്ല, അത് മറ്റൊന്നും അനൗൺസ്മെന്റ്. 12,000-ഓളം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്. 12,000 നോക്കണം നിങ്ങൾ. കേരളത്തിൽ മാത്രം ഓരോ വർഷവും കേട്ടോ, നിങ്ങളുടെയും എന്റെയും കുടുംബത്തിൽപ്പെട്ട ഇത്തരം കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ എത്രയാണ്? 12,000. നോക്കണം, 2000 കുട്ടികൾ ഒളിച്ചോടിയ കഥകളാണ് ഇന്ന് പത്രങ്ങളിലും ഈ കേസുകളിൽ പോലീസ് സ്റ്റേഷനിലുള്ളത്. എല്ലാം പത്രത്തിൽ വന്നോളണമെന്നില്ല. വന്ന കേസ് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ 100-ൽ അധികം കുട്ടികൾ ആത്മഹത്യ ചെയ്തു, മരിച്ചു പോയി. പക്ഷെ അവർ പൂർണ്ണമായി മരിച്ചിട്ടുണ്ടോ എന്ന് ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മുഴുവനും മരിക്കാൻ സാധ്യത കുറവാണ്. രക്ഷിതാക്കൾ അങ്ങനെ പറയുകയായിരിക്കും. അങ്ങനെ രക്ഷപ്പെട്ട കുട്ടികളിൽ നിന്നും 924 കുട്ടികളെ മൃഗീയമായി പീഡിപ്പിച്ചു. അതിൽ ആണും പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. 11 വയസ്സിന്റെയും 15 വയസ്സിന്റെയും ഇടയിലുള്ള ചെറിയ കുട്ടികളെയാണ് ഇതുപോലെ പീഡിപ്പിച്ചത്. അവരെ കൊല ചെയ്തവരും കയ്യും കാലും വെട്ടിമുറിച്ചവരും കണ്ണ് ചൂഴ്ന്ന് പല മൃഗീയ പീഡനങ്ങളും സഹിച്ചവരാണ് ഈ കുട്ടികൾ. എന്തുകൊണ്ടാണ് ഇത്ര ചെറു പ്രായത്തിൽ ഈ കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ പീഡനം അനുഭവിക്കാനുള്ള കാരണം? അതിൽ മാതാപിതാക്കൾക്ക് എന്താണ് പങ്ക്? എൻ്റെ ഈ കുടുംബത്തിൽപ്പെട്ട ആർക്കും ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ക്ലാസ് എടുക്കുന്നതും. അല്ലാതെ നിങ്ങളോടല്ല ഈ സംസാരിക്കുന്നത്. ആർക്കാണോ ഇങ്ങനെ സംഭവിച്ചത് അവരോടാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ യു പീപ്പിൾ, നിങ്ങൾ എന്നൊക്കെ പറയും. മാതാവിനെ കുറ്റം പറയും, പിതാവിനെ കുറ്റം പറയും. അത് ഉമ്മമാരെ, നിങ്ങളോടല്ല. ആരാണോ ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ചെയ്തത് അവരോടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഈ മഹല്ലിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി ഉണ്ടാവാതിരിക്കാനാണല്ലോ ആമുഖമായി ഇതൊക്കെ പറയുന്നതും ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതും. ഭാരതത്തിൽ 70,000 കുട്ടികളെയാണ് കാണാനില്ലാതാവുന്നത്. തട്ടിക്കൊണ്ടുപോയതും ചാടിപ്പോയതും പ്രേമിച്ചതും ഒളിച്ചോടിയതും മരിച്ചതും കൊല ചെയ്തതും പീഡിപ്പിച്ചതും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. 70,000 കുട്ടികളെയാണ് ഓരോ വർഷവും നമ്മുടെ ഭാരതത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കാണാനില്ല കേസുമായി ബന്ധപ്പെട്ടു പോകുന്നത്. ഈ അടുത്ത കാലത്ത് മറ്റൊരു സർവേ പറയുന്നു, ലോക റിപ്പോർട്ടായ ABCയുടെ വേൾഡ് റിപ്പോർട്ടാ, അതും ഇന്റർനെറ്റ് വഴി വന്ന റിപ്പോർട്ട് തന്നെ. ഇന്നത്തെ യുവാക്കളിൽ 30% ലഹരിക്കടിമപ്പെട്ടവരാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇന്നത്തെ ആധുനിക സംവിധാനത്തിൽ മൊബൈൽ ഫോണിനും ഫേസ്ബുക്കിനും വാട്സപ്പിനും അഡിക്റ്റായി ജീവിക്കുന്നത് 30% കുട്ടികളാണ്. അതിൽ 4,40,000 പേർ ഓരോ വർഷവും ഈ സംബന്ധവുമായി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. 4,40,000 പേര്. കുറച്ച് ചെറിയ കണക്കൊന്നുമല്ല ഇത്. ഇത്രയും കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും? നമ്മുടെ കേരളത്തിലും ഇത് കൂടിക്കൂടി വരികയാണ്. പറയാം നമുക്കതിനെ കുറിച്ച് എന്താണ്.
ഒരുപാട് പീഡനങ്ങളും ആ പറഞ്ഞ കഥകളുടെ കണക്കിന്റെ വെളിച്ചമായി കാണുന്നത്. ഓരോ പത്രത്തിലും 5ഉം 10ഉം 15ഉം 20ഉം ആ 664 കണക്കിന്റെ പത്ര കട്ടിങ്ങാണ് നിങ്ങൾ ഇപ്പൊ ഇതുവരെ കണ്ടത്. ഒന്നും വായിക്കാനില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ അടിച്ചു പോവാണ്, എൻ്റെ ആവശ്യമില്ല. കാരണം അതിന് തെളിവുകൾ മാത്രം കാണിക്കാനാണ്. പക്ഷേ ഈ കുട്ടികളുടെ അടുത്ത് ഞങ്ങൾ ചെന്നു. 603 ഒരു 100 പേരുടെ സർവേ വീണ്ടും നടത്തി. ഞങ്ങളുടെ ഒരു പറ്റം ആളുകൾ, ഈ എളിയവനും അവരെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മക്കളോട് ചോദിച്ചു, പൊന്നു മക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒളിച്ചോടാനുള്ള കാരണം എന്താ? ആദ്യം ചോദിച്ചത് അങ്ങനല്ല, നിങ്ങളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്താ? അവർ തന്നെ പറഞ്ഞത്, ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, ഞങ്ങൾ ഒളിച്ചോടിയതാണ്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട കാമുകനെ അന്വേഷിച്ച് ഞങ്ങൾ പോയതാണ്. ഇപ്പോഴാണ് അത് ചതിയാണെന്ന് മനസ്സിലാവുന്നത്. പറയണവര് പകുതിയോളം കുട്ടികൾ സമനില തെറ്റി വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്ന് കതകിന് കുറ്റിയിട്ട് കൊണ്ട് അകത്തിരിക്കുക. ആ പൊന്നുമക്കളോട് ചോദിച്ചു, എന്താ മക്കളെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഭ്രാന്തികളും ഭ്രാന്തന്മാരുമായത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോ ആ കുട്ടികളിൽ ചിലവർ പറഞ്ഞ മറുപടി, സാറേ, ഒളിച്ചോടുന്ന നേരത്ത് ഞങ്ങളുടെ കാമുകനെടുത്ത നഗ്ന ചിത്രങ്ങൾ ഇതാ അവൻ ഭീഷണിപ്പെടുത്തുന്നു, ഇന്റർനെറ്റിലിടും, ഫേസ്ബുക്കിലിടും, നിന്നെ കുടുംബത്തോടെ നിന്നെ നാറ്റിച്ചു കളയും, അത് വേണ്ടമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ കൈകളിലേക്ക് നീ തിരിച്ചു വരണം, ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് ഇതാ മാതാപിതാക്കളും. ഇത് അല്പം ആദ്യം ആവേണം എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ സഹിച്ചത്? അല്ലെങ്കിൽ ഈ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടിയത്? ഇനി അതും പോട്ട് പകുതിയോളം വരുന്നത് സമനില തെറ്റിപ്പോയി, അവരെ ഇനി കല്യാണം കഴിച്ച് അയക്കാൻ നമുക്ക് സാധ്യമല്ല. ബാക്കി പകുതി വരുന്ന കുട്ടികൾ അവരെ വീട്ടിലുണ്ട്, അവർക്കൊരു വിവാഹം വേണം. ആ മാതാവും പിതാവും ഒരുപാട് പൊട്ടിക്കരയും, അങ്ങനെ ഒരുപാട് അന്വേഷിക്കും. ഏതെങ്കിലും ഒരു നട്ടലുള്ള പുരുഷൻ ഈ പെൺകുട്ടിയെ, ഈ പിഴച്ച പെണ്ണിനെ കെട്ടാൻ തയ്യാറല്ല. ഞാൻ പല സദസ്സിലും ചോദിച്ചു, ആരെങ്കിലും കെട്ടുമോ? 1 കോടി തരാ, കോടിക്ക് വേണ്ടി കെട്ടും, ലക്ഷങ്ങൾക്ക് വേണ്ടി കെട്ടും, 50 തരാ, 100 തരാ, പവൻ തരാ, ആഭരണം തരാ എന്ന് പറയും. ഒരു പക്ഷേ മുന്നോട്ട് വന്നേക്കാം. ഇതും ആരായിരിക്കും വരുന്നത്? ഏതെങ്കിലും ഒരു തമ്മാടി, കുടുംബത്തിൽ പറഞ്ഞ നല്ല തന്തയ്ക്ക് പറഞ്ഞവരാണും തന്നെ ഇവളെ കെട്ടാൻ അത്ര ഈമാനൊന്നും ഇന്നത്തെ മക്കൾക്കില്ല. ഒരു തമ്മാടിയെ കെട്ടിക്കൊണ്ട് എനിക്ക് നാളെ സ്വർഗം കരസ്ഥമാക്കണമെന്ന ഒരു ഈമാനുള്ളവരൊന്നും നമ്മുടെ നാട്ടിൽ വളരെ എണ്ണം കുറവാ. അപ്പൊ ആര് വരും അവളെ കെട്ടാൻ? ഏതെങ്കിലും ഒരു തമ്മാടിയായ താന്തോണിയായ തന്തക്ക് പറക്കാത്തവൻ വരും, ഞാൻ കല്യാണം കഴിക്കാം. ആ പൊന്നുപ്പ പ്രിയപ്പെട്ട മകളെ എങ്ങനെയെങ്കിലും ആരുടെ കയ്യിൽ ഒന്ന് കെട്ടിച്ചു വിടാൻ, ഏത് തമ്മാടിയായാലും കുഴപ്പമില്ല, എന്റെ മകൾക്കൊരു ജീവിതം മതി എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഊണും ഉറക്കമില്ലാതെ കാത്തിരുന്നു കൊണ്ട് അങ്ങനെ അവസാനം അദ്ദേഹം, ആ കുടുംബം അങ്ങനെ ഒരു തമ്മാടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. വർഷങ്ങൾ ഒരുപക്ഷെ 5ഓ 10ഓ കഴിഞ്ഞേക്കാം, ഇല്ലെങ്കിൽ 2ഓ 3ഓ കഴിഞ്ഞേക്കാം. അതിൽ മക്കൾ ഉണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. എന്തായിരിക്കും സംഭവിക്കുക? ഉപ്പയുടെ മനസ്സിൽ ഇപ്പുണ്ടാകുമെന്ത്? ആ കാമുകൻ തെമ്മാടിയായവൻ അവളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു പെണ്ണിന്റെ കൂടെയും പോയി എന്ന്. അതായിരിക്കും ഞാനും നിങ്ങളൊക്കെ ഊഹിച്ചത്. പൊന്നു സുഹൃത്തുക്കളെ, പ്രധാനപ്പെട്ട ഈ കഥ പോകുന്ന, ഈ ചരിത്രം പോകുന്നത്, ഈ തെളിവ് പോകുന്നത് നേരെ ഓപ്പോസിറ്റിലേക്കായിരുന്നു. ഞാനൊക്കെ പ്രതീക്ഷിച്ചു, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നു. വീണ്ടും അതിന്റെ കൂടെ ഞങ്ങൾ നടന്നു. ഇതിന്റെ പഠനം ആരംഭിച്ചത് 2010-ലാണ്. വീണ്ടും മുന്നോട്ട് പോയി. കഴിഞ്ഞ വർഷത്തെ ആ 2014-ലെ അപ്പത്തെ കണക്ക്, 2014-ലെ ഈ 664 പെൺകുട്ടികൾ ഒളിച്ചോടിയ കൂട്ടത്തിൽ അതിൽ നിന്നും മുന്നോട്ട് പോയ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുറിച്ച്, നമ്മുടെ പൊന്നുമ്മയെ കുറിച്ച്, മാതാക്കളെ കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോ ഞെട്ടിക്കുന്ന വാർത്തയാ പുറത്തേക്ക് വന്നത്. 2868 അമ്മമാരാണ് ആ സമയത്ത് ഒളിച്ചോടിയത്. ആദ്യം കേട്ടപ്പോ നമുക്ക് അത്ഭുതം തോന്നി, അല്ലേ? ഓ, എന്തൊരു ക്രൂരതയാണ് ആ മാതാവിനോട് ആ പെണ്ണ് കാണിച്ചത്, ആ കുടുംബത്തോട്, ഉമ്മയോട് കാണിച്ചത് എന്തൊരു ക്രൂരതയാണോ എന്ന് ഓരോ രക്ഷിതാക്കളും വളരെ ദുഃഖത്തോടെ വീക്ഷിച്ചപ്പോ ഇത് കാണുമ്പോ ഉമ്മക്ക് എന്ത് തോന്നുന്നു? ഇപ്പോ കുറ്റക്കാരി പാരാ? മാതാവും പിതാവും തന്നെയാ. എന്നാ കേൾക്കണോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു ഉമ്മ, ഇങ്ങനെ ഒരു അമ്മ, വീട്ടമ്മ ഒളിച്ചോടിയപ്പോ ഒരു ഭർത്താവ് പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല. എന്റെ ഭാര്യയെ കാണുന്നില്ല, എനിക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരു കേസ് പോലും കേരളത്തിന്റെ ഒരു സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്തില്ല. എന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ കാരണമെന്ന്. പക്ഷേ ഈ അമ്മ എന്ന് പറയുന്ന വീട്ടമ്മയുടെ, എത്ര തെമ്മാടിയാണെങ്കിലും വേശ്യയാണെങ്കിലും അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവൾ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഞാൻ നൊന്തുപെറ്റ എന്റെ പ്രിയപ്പെട്ട മകളാ, ഞാൻ ഗർഭം ചുമന്ന് പ്രസവിച്ച മോളാ, അവളെത്ര തെമ്മാടിയാണെങ്കിലും എന്റെ കുഞ്ഞുമോളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തവരത് അന്വേഷിച്ചു. പകുതിയോളം വീട്ടമ്മമാരെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടി? ഇനി എന്ത് കുടുംബജീവിതം എനിക്കറിഞ്ഞുകൂടാ. ഇതിന്റെ തോത് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാലഘട്ടം പുരോഗമനത്തിനനുസരിച്ച്, സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ തോതും എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതെന്താ കാരണം?
ഇതിൽ ഉമ്മമാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഉപ്പമാർക്ക് ഇനി എന്തെങ്കിലും പങ്കുണ്ടോ? ഉപ്പമാർക്ക് പങ്കുണ്ടോ? ഇനി പറയണ്ട, പങ്കുണ്ട്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. നിങ്ങൾ ആരും ഒളിച്ചോടിയിട്ടില്ല. ഇനി വരും നമ്മുടെ തലമുറ, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇത് ഇല്ലാതിരിക്കാനാണ് ഇത് പറയുന്നത്. ഇപ്പൊ ഈ പിതാക്കൾക്ക് പങ്കുണ്ടോ? ഉണ്ട്, എനിക്ക് പങ്കുണ്ട്. എന്റെ മകൾ അങ്ങനെ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പങ്കുണ്ട്. എന്റെ മകളെ ഇതുവരെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഒരു കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. തട്ടിക്കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചാക്കിലാക്കി കയ്യും കാലും കൂട്ടിക്കെട്ടി കൊട്ടവണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നതിനാ തട്ടിക്കൊണ്ടു പോവുക. ഒരു കേസ് പോലും 1000-ൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഉണ്ടാകും. ഇത്തരം കേസുകൾ ഉണ്ടായിട്ടില്ല. സ്വമേധ മനസ്സറിഞ്ഞുകൊണ്ട് പ്രേമിച്ച ലവ്വാണ്. ചെറു പ്രായത്തിൽ തുടങ്ങുന്ന പ്രേമമാ അതിന്റെ പ്രധാന കാരണം. നമ്മുടെ കയ്യിലെ മൾട്ടിമീഡിയ സാധനം തന്നെ. ആ പെൺകുട്ടികൾ പറയാ, ഞങ്ങൾക്ക് എന്നും തന്നെ പ്രേമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ രക്ഷിതാക്കളാ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ ഒരുക്കി തന്നത്. നോക്കണം നിങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞത്. പ്രേമിക്കാനും ഒളിച്ചോടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങൾ ഉപ്പയുടെ കൂടെ സഞ്ചരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇഷ്ടമല്ല. ഉമ്മയോട് മിണ്ടുന്നത് ഞങ്ങൾക്ക് വെറുപ്പാ, അറപ്പാണെന്ന് പറഞ്ഞ് വീട്ടിന്റെ ഉള്ളിൽ ഞങ്ങൾ കഥകടച്ചിരിക്കും. പഠിക്കുക എന്ന പേരിൽ ഞങ്ങൾ ഇരുന്ന് കളിക്കുന്നത് ഞങ്ങൾക്ക് വാങ്ങിത്തന്ന മൾട്ടിമീഡിയ മൊബൈൽ ഫോണിലൂടെ കാമുകനുമായി പ്രേമിക്കലായിരുന്നു. അവസാനം അത് ചതിയാണെന്ന് പിന്നെയാ മനസ്സിലായത്. ഇത് ആര് വാങ്ങിക്കൊടുത്തതാണെന്ന് ഞങ്ങളുടെ അന്വേഷണം. 100 പെൺകുട്ടികൾ 80 പെൺകുട്ടി പറഞ്ഞു രക്ഷിതാക്കൾ വാങ്ങിത്തന്നു. അമ്മാവൻ അയച്ചു തന്നു, ഉപ്പ ഗൾഫിൽ നിന്ന് അയച്ചു തന്നു. മോഡൽ ഞാൻ പറഞ്ഞു കൊടുത്തു. 10 A+ കിട്ടാൻ പൊന്നുമോക്ക് 10 A+ കിട്ടാൻ ഗാലക്സി S5 തന്നെ വേണമെന്ന് വാശി പിടിച്ചുകൊണ്ട് പരീക്ഷയുടെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഓഫർ കൊടുക്കുന്ന രക്ഷിതാക്കളെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ കുഞ്ഞുമോൾ, ഈ പെൺമക്കൾ നാളെ ഒരു കാമുകന്റെ കൂടെ പോകാനുള്ള സർട്ടിഫിക്കറ്റാ നിങ്ങൾ കൊടുക്കുന്നതെന്ന്. ഇത് പറയാൻ ഞാൻ ആരാണെന്നല്ലേ? 17-18 വർഷമായി മൊബൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഒരു ഹാർഡ്വെയർ എഞ്ചിനീയറാ, ഒരു നല്ല അധ്യാപകനാ, ഞാനൊരു നല്ല ഒരു ഭർത്താവും കൂടിയാണ്. ഇനി ഞാനൊരു കച്ചവടക്കാരനാണ്. ഞാൻ ഇതൊക്കെ വിൽക്കുന്നതും വിൽപ്പന നടത്തുന്ന ട്രെയിനിങ് നടത്തുന്ന ഒരു ബിസിനസ്സുകാരനും കൂടിയാണ്. എനിക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്നുമാണ് ഈ പറയുന്നത്. ഇതിന്റെ കച്ചവടമാണ് എനിക്ക്. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കച്ചവടം തകരില്ലേ, അത് നടക്കില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇല്ല, പടച്ചവൻ വലിയവനാ. എത്ര ഇതിനെക്കുറിച്ച് തിന്മയും കുറ്റങ്ങളും പറഞ്ഞിട്ടും എന്റെ കച്ചവടത്തിന് ഒരു കുറവില്ല. കാരണം അത്രമാത്രം തിന്മ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക ഈ മൊബൈൽ ഫോണിലൂടെ. അതുകൊണ്ട് എന്തിനാണ് വിൽക്കുന്ന? തിന്മയാണെങ്കിൽ അത് തടഞ്ഞുകൂടെ? ഞങ്ങൾ സെയിൽസിലല്ല ഞങ്ങൾ പ്രാധാന്യം. ഇത് റിപ്പയർ ചെയ്ത് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നല്ലൊരു കുടുംബത്തിനെ വളർത്തിണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് നല്ലൊരു കൂലിയുള്ള കാര്യമാണ്. അതുകൊണ്ട് സെയിൽസിലല്ല ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞങ്ങളെ കയ്യിലേക്ക് സെയിൽസിന് വന്നാൽ, വാങ്ങാൻ വന്നാൽ ഞങ്ങൾ പറയും ആർക്കാണിതെന്ന് ചോദിക്കാറുണ്ട്. പടച്ചറബ്ബ സത്യം സുമ്മ വല്ലാഹി. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെയും കൊണ്ട് ഒരു ഉമ്മ എന്റെ കോട്ടക്കൽ ഓഫീസിൽ വന്ന് ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു മൊബൈൽ കണ്ടെത്തിയിട്ട് ചോദിച്ചു, ആർക്കാണ്? പൊന്നുമോൾക്കാണ്. അവളെ എത്രാം ക്ലാസ്സിലെ? 10ാം ക്ലാസ്സിൽ. 10ൽ പഠിക്കുന്ന പൊന്നുമോക്ക് മൊബൈൽ വേണം ഉമ്മ എന്ന ഉമ്മയോട് എന്റെ സെയിൽസിൽ നിൽക്കുന്ന ഒരാൾ ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഒരിക്കലും എന്റെ മോൾക്ക് ഞാൻ ഇതിപ്പോ വാങ്ങിക്കൊടുക്കില്ല. അവൾ 10 A+ വരട്ടെ, എങ്കിലേ ഇത് വാങ്ങിച്ചു കൊടുക്കൂ. 1.5 ലക്ഷം രൂപ വില മതിക്കുന്ന ഗാലക്സി തോണ്ടിക്കളിക്കുന്ന സീരിയൽ കാണിച്ചുകൊണ്ട് ആ കുഞ്ഞുമോൾ മോഡൽ എഴുതി കൊണ്ടുപോയി. അതാ മോൾ വാക്ക് പാലിച്ചു. 10 A+ നന്നായി പഠിച്ചു ആ കുട്ടി. 10 A+ ഉമ്മയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ ഞാൻ വാക്ക് പാലിച്ചു, ഇനി ഉമ്മ വാക്ക് പാലിക്കണമെന്ന് വന്നു. അത് വാങ്ങിക്കൊടുത്തു. മോള് തോണ്ടാൻ തുടങ്ങി. +1 ചേർത്തി, അവിടെ ഇരുന്ന് തോണ്ടി. +2 വന്നു, അവിടെ നിന്നും തോണ്ടി. അങ്ങനെ +2 പരീക്ഷയുടെ അവസാന നിമിഷത്തിൽ കുഞ്ഞുമോളെ കാണുന്നില്ല. നേരത്തെ പറഞ്ഞ 664 കൂടെ അവളും ഒളിച്ചോടി. അന്വേഷിച്ചപ്പോ തൊട്ടടുത്ത +2 പഠിക്കുന്ന മറ്റൊരു ആൺകുട്ടിയും അവിടെ ഇരുന്ന് തോണ്ടി കളിച്ചിരുന്നു. അവനെയും കാണുന്നില്ല. രണ്ടുപേരും ഒളിച്ചോടിയിരിക്കുകയാണ്. അന്വേഷിച്ചു. സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചെന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവര് തോണ്ടി നോക്കി. എല്ലാം നിന്ന് മൊബൈലിൽ തോണ്ടി നോക്കിയാൽ കാണും. പണ്ടൊക്കെ മഷിട്ട് നോക്കുക, ഉസ്താദുമാരുടെ അടുത്തും തങ്ങളുടെ അടുത്തൊക്കെ പോകണം. അതൊന്നും ആവശ്യമില്ല. പോലീസിന്റെയും കമ്പ്യൂട്ടറിന്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് മൊബൈൽ ഒളിച്ചോടി എല്ലാ കുട്ടികളെയും കാണാൻ പറ്റും. അങ്ങനെ അവർ തോണ്ടി നോക്കി. മലപ്പുറത്തെ സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥർ തോണ്ടി നോക്കിയപ്പോ കണ്ടു, മംഗലാപുരത്ത് ഒരു ലോഡ്ജ് മുറിയിൽ 2 പേരും കൂടി തോണ്ടി കളിക്കുക. വളരെ ഉഷാറായി കളിക്കുക. എങ്ങനെയോ വിവരമറിഞ്ഞു. ഉപ്പയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് പ്രിയപ്പെട്ട മോള് കാമുകി അയച്ച മറുപടി, അതാ ഇവളുടെ മകൾ അയച്ച മറുപടി ഇങ്ങനെയാ: കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ, താങ്കൾ ഇപ്പോൾ എനിക്ക് വേണ്ടി 50,000 രൂപയല്ലേ ചെലവാക്കിയത്, അതിന് പകരം താങ്കൾക്ക് ഇപ്പോൾ 25 ലക്ഷം രൂപ ഞാൻ സമ്പാദിച്ചു തന്നിരിക്കുന്നു എന്ന് വാപ്പാക്ക് കാര്യം മനസ്സിലായില്ല. 50,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചു കൊടുത്തപ്പോൾ വാപ്പാന്റെ ലാഭം 25 ലക്ഷമാണത്രേ. അന്വേഷിച്ച് വീണ്ടും മെസ്സേജ് വന്നപ്പോഴല്ലേ അത് മനസ്സിലായത്. കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ. അങ്ങനെയാ, പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. ഇംഗ്ലീഷ് മീഡിയ മലയാളത്തിലാക്കി പറഞ്ഞതാ ഞാൻ. പ്രിയപ്പെട്ട തന്തയ്ക്ക് അഭിനന്ദനങ്ങൾ. കാരണം എന്റെ ഏട്ടത്തിന്റെ വിവാഹ ചടങ്ങിലേക്ക് 5 കൊല്ലം മുമ്പ് 20 ലക്ഷത്തോളം രൂപ, 100 പവനോളം ചെലവഴിച്ചിട്ടുണ്ട്. കല്യാണവും മറ്റു ചെലവുകളും
വേറെ. ഇന്ന് എന്റെ ഭർത്താവിനെ കണ്ടെത്തി എനിക്ക് കല്യാണം തരണമെങ്കിൽ ഏകദേശം ഒരു 25 ലക്ഷം വേണ്ടി വരും. അതിന് വേണ്ടല്ലോ എന്റെ ഹസ്ബൻഡിനെ, എന്റെ കാമുകനെ ഞാൻ സ്വയം കണ്ടെത്താൻ ഉപ്പയല്ലേ എന്നെ സഹായിച്ചത്. അതിന് വെറും 50,000 അല്ലേ തന്തേ നിങ്ങൾക്ക് ചെലവായത്. അതുകൊണ്ട് കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ. അങ്ങനെ വേണം കുട്ടികളായാൽ. വിവരം വിദ്യാഭ്യാസം ഇങ്ങനെ ഉപയോഗിക്കണം. ഇപ്പൊ എന്താ ലാഭം അല്ലേ? ഉപ്പാക്ക് ലാഭം, ഉമ്മാക്ക് ലാഭം, അവൾക്കും ലാഭം, എന്റെ വീടിനായതുകൊണ്ട് എനിക്കും ലാഭം, കച്ചവടം നടന്നു, അങ്ങനെ എല്ലാവർക്കും ലാഭം. അതുകൊണ്ട് എന്റെ ഈ കുടുംബത്തോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ പോയിട്ട് UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു പ്രേമിക്കാനുള്ള നല്ലൊരു സാധനം വാങ്ങിച്ചു കൊടുത്തേക്ക്. അവർ രക്ഷപ്പെടട്ടെ. ഒരിക്കലും പിന്നെ തിരിച്ചു വരാത്ത രക്ഷപ്പെടൽ, അതാ നല്ലത്. എന്തിനാ 10ാം ക്ലാസ് വരെ കാത്തിരിക്കണം? 9, 7, 8, 9 ഒക്കെ പഠിപ്പിക്കാൻ എന്തോരം ചെലവാ? അതൊന്നും വേണ്ട. കാരണം 7 വയസ്സ് തുടങ്ങുന്നു പ്രേമം. ഞാൻ പറഞ്ഞല്ലോ, 5 വയസ്സിന്റെയും 18 വയസ്സിന്റെയും ഇടയിലെ കുട്ടികളുടെ കണക്കാ നിങ്ങൾ ഈ കാണുന്നത്. 5 വയസ്സിന്റെയും 18 വയസ്സിന്റെയും ഇടയിലെ കുട്ടികളുടെ കണക്കാ 664 എന്ന് പറയുന്നത്. 5 വയസ്സുകാരുടെ പ്രേമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 7 വയസ്സിലെ കുട്ടികൾക്ക് ഹോർമോൺ ഉൽപാദനം തുടങ്ങി. എത്ര വികാരം എന്ന സ്വഭാവം ഉണ്ടാക്കാൻ തുടങ്ങി. 7 വയസ്സ്. അല്പം വണ്ണവും തടിയുമുള്ള ഒരു 10 വയസ്സുള്ള 5ാം ക്ലാസ് പഠിക്കുന്ന അത്യാവശ്യം വണ്ണവും ആരോഗ്യമുള്ള ഒരു കുട്ടിയിൽ ഹോർമോൺ ഉൽപാദനം കഴിഞ്ഞു. പ്രായപൂർത്തി ആയ രീതിക്ക് അവരുടെ ഓരോ ചേട്ടകളൊക്കെ. എന്താ കാരണം? അന്വേഷിക്കാൻ പറയാം. ഞങ്ങളുടെ ഒരു പറ്റം വീണ്ടും ആ രീതിക്കാണ് അന്വേഷണം നടത്തിയത്. പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ നടക്കുന്നത്? ഈ കുട്ടികളെതിരെ എന്തുകൊണ്ടാണ് ഇത്ര മൃഗീയമായി ജനങ്ങൾ ഉപദ്രവിക്കുന്നത്? കുഞ്ഞു മക്കളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം എന്താ? നമ്മുടെ ഭാര്യമാരെന്താ കാമുകന്റെ കൂടെ ഇങ്ങനെ പോകുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഇപ്പം ഇതുവരെ പറഞ്ഞത് എന്താ നമ്മുടെ നാട്ടിലെ പ്രശ്നം, അതിന്റെ പ്രശ്നത്തിന്റെ ഗൗരവം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം? പറയാം. ആ പ്രശ്നത്തിന്റെ പേരാണ് അഡിക്ഷൻ. എനിക്ക് തോന്നുന്നു എന്റെ പ്രിയ സഹോദരൻ നേരത്തെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് വിവരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അഡിക്ഷൻ എന്നാണ് ഇതിന്റെ പേര്. മലയാളത്തിൽ ലഹരി എന്ന് പറയും, ഇംഗ്ലീഷിൽ അഡിക്ഷൻ എന്ന് പറയും, ഹിന്ദിയിൽ മസ്ത് എന്നും, ഉറുദുവിൽ ഷക്ർ എന്ന് അറബിയിലും നഷ എന്ന് ഉറുദുവിലൊക്കെ പറഞ്ഞ സാധാരണ കേൾക്കാറുള്ള അഡിക്ഷൻ. കാരണം അഡിക്ഷൻ എന്ന് ഞാൻ എല്ലാ ഭാഷയും ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ, ലഹരി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും മദ്യപിച്ച് ലക്ക് കെട്ടവനല്ലേ നമ്മൾ ലഹരിക്കടിമപ്പെട്ടവൻ എന്ന് പറയാം. അല്ല, അല്ല. അതിനുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോട് അടിമപ്പെടുക. ഒരു പദാർത്ഥത്തോട് കട്ടൻ ചായ വരെ പെടുവത്. കട്ടൻ ചായ വരെ പെടും. ഹോർലിക്സ്, അതുപോലെ പെപ്സി, കൊക്കക്കോല, കള്ള്, ബീർ എല്ലാം അതിൽ ഉൾപ്പെടും. ഒരു വസ്തു, ആ വസ്തു കഴിക്കുന്നതോ ഉപയോഗിക്കുന്നതോ ആവാം. വസ്തു മോട്ടോർ സൈക്കിൾ ആവും, മൊബൈൽ ഫോൺ ആവും ആ വസ്തു, ക്രിക്കറ്റ് ആവും, പന്ത് കളിയാവും ആ വസ്തു, ബിസ്ക്കറ്റ് ആവും, ചോക്ലേറ്റ് ആവും ആ വസ്തു, ആ എന്ത് വസ്തുമാവാം. അത് തിന്നുന്നതാവും, കളിക്കുന്നതാവും ആ വസ്തു. ഒരു സാഹചര്യം, ഒരു കളിയാകും, ഒരു സീരിയലാകും, ഒരു സിനിമയാകും, ഒരു ഉറക്കാകും. ഒരു ക്രിക്കറ്റ് കണ്ടാൽ ഒപ്പം ഓടുന്ന എത്ര കുട്ടികളുണ്ട്. ബാങ്ക് വിളിച്ച